ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിന്നൊരു വണ്ടിയുടെ ഒരു ബൈക്കിൻ്റെ ചെയിൻ എങ്ങനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യണത്. നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് മാർക്കറ്റിൽ നിരവധി ചെയിൻ ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ചെയിൻ ക്ലീനേഴ്സിലെല്ലാം തന്നെ അത്യാവശ്യം റേറ്റ് വരും. നമ്മുടെ മോട്ടിയോള, ഗ്യാസോലിൻ, ലൂബ് അങ്ങനെ കുറേ ബ്രാൻഡിൻ്റെ ചെയിൻ ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ ചെയിൻ ക്ലീനേഴ്സിലെല്ലാം യൂസ് ചെയ്യുന്നത്, അതായത് ഒരു മെയിൻ കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കെറോസിൻ, അതായത് നമ്മുടെ മണ്ണെണ്ണയാണ്. ഈ മണ്ണെണ്ണയ്ക്ക് ഏകദേശം 1 ലിറ്ററിന് വില ഏകദേശം 35 രൂപ വരുന്നുള്ളൂ. നമുക്ക് 1 ലിറ്റർ മണ്ണെണ്ണ മേടിച്ച് ഈസി ആയിട്ട് ഒരു 5-6-7 തവണ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയിൻ ക്ലീൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഗൈസ്, ക്ലീൻ ചെയ്യാൻ മെയിനായിട്ട് വേണ്ട ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണ്. ഞാൻ ഒരു ബോട്ടിലിനകത്ത് കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്. ഇത് പഴയ ഒരു ലേക്ക് റോളിൻ്റെ ഒരു ഷാമ്പൂവിൻ്റെ ഒരു കുപ്പിയാണ്. ഈ ബോട്ടിലിനകത്താണ് എടുത്താണ്. നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു കുപ്പി ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ എന്തെങ്കിലും ഒരു പാത്രത്തിനകത്ത് കുറച്ച് മണ്ണെണ്ണ എടുത്താൽ മതി. പിന്നെ ഒരു പഴയ ടൂത്ത് ബ്രഷാണ്. നമുക്ക് ഈ മാർക്കറ്റിൽ ഇപ്പം ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് ബ്രഷസൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിന് ഏകദേശം 150 രൂപയോളം വില വരും. ജസ്റ്റ് ഒരു പഴയ ബ്രഷിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ആദ്യമായിട്ട് വണ്ടിയുടെ ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു പാർട്ടിൽ നിന്ന് ബാക്കിലോട്ട് ക്ലീൻ ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ നോർമലി മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഡേർട്ട് വന്ന് അടിയുന്ന ഈ ഒരു ഫ്രണ്ടിൽ ഈ സ്പ്രോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗത്താണ്. ചെറിയ സ്പ്രോക്കറ്റിൻ്റെ അവിടെയാണ്, ഫ്രണ്ടിൽ സ്പ്രോക്കറ്റിൻ്റെ അവിടെയാണ്. സോ നമുക്കിത് അതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഒരു 8-ൻ്റെ ഒരു സ്പാനർ യൂസ് ചെയ്ത് ഈ പറയുന്ന ഈ ഫ്രണ്ടിലെ സ്പ്രോക്കറ്റിൻ്റെ കവർ വരാം. ഗൈസ്, ഇപ്പോൾ ഈ കവർ ഞാൻ ഊരിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഡേർട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ കുറച്ച് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഫുള്ളും കുത്തിക്കളയുമാണ്. നിങ്ങൾ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന അടിയിൽ ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഈ ഗ്രീസും കാര്യങ്ങളെല്ലാം അടിയിൽ ചാടിക്കോളും. നമ്മുടെ സ്പ്രോക്കറ്റിന് ഈ ഒരു ഭാഗത്ത് വീതി കുറവായതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ ഡേർട്ട് വന്ന് അടിയണം. ഈ പറഞ്ഞ ഗ്രീസും ഓയിലെല്ലാം കൂടി വന്ന് അടിയണേ. അപ്പോൾ നമുക്കിവിടെ ആദ്യം കുറച്ച് മണ്ണെണ്ണ ആദ്യം തന്നെ കുറച്ച് അപ്ലൈ ചെയ്യും. ഇങ്ങനെ മണ്ണെണ്ണ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഈ ഏരിയയിൽ മണ്ണെണ്ണയാണ് യൂസ് ചെയ്യാവുള്ളൂ. കാരണം ഡീസൽ യൂസ് ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെയിൻ്റെ ഓറിങ്ങിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഓറിങ് തേയ്മാനം വരും. മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ചെയിൻ ക്ലീൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം ഒരു 5 മിനിറ്റ് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് കൊണ്ടുവെക്കുകയാണെങ്കിൽ ചെയിൻ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആവുകയാണെങ്കിൽ ഈ പറയുന്ന ഇത്തന്നെ ഈ ചെളിയും ഓയിലൊക്കെ പോകാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഞങ്ങളുടെ വണ്ടിക്ക് ഇപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മുട്ടയിലാണ് കയറ്റി വെച്ചേക്കുന്നത്. സെൻറ്റർ സ്റ്റാൻഡ് ഉള്ളവർ സെൻറ്റർ സ്റ്റാൻഡ് ഡയറക്റ്റ് കയറ്റി വെച്ചിട്ട് ഈ പറയുന്ന പോലെ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വന്ന് ചെയിൻ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഈ പറയുന്ന ചെയിൻ ലൂബ് അതുപോലെ തന്നെ ഈ ഓയിലും സംഭവങ്ങളെല്ലാം റിമൂവ് ആയി പോകാനായിട്ട്. ഈ ഒരു ഏരിയ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വേസ്റ്റ് ഒരു കോട്ടൻ്റെ എന്തൊരു തുണി എടുത്ത് ജസ്റ്റ് ഒന്ന് ഈ വൈപ്പ് ചെയ്ത് ഈ ഒരു ഏരിയയിലെ ചെളി നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയുക. വണ്ടി ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത് ചെയിൻ കഴുകാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ വിരലൊക്കെ ഇടയ്ക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി പേർക്ക് അങ്ങനെ വിരൽ ഇടയ്ക്ക് പോയിട്ട് കൈവിരലൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. സോ ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയിൻ കഴുകാണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മെത്തേഡ് ചെയ്താൽ മതി. നമുക്ക് ഈ ഫ്രണ്ടിലെ ഏരിയ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിലോട്ട് പോകാം. ബാക്കിലെ സ്പ്രോക്കറ്റ് നന്നായിട്ട് കഴുകാം. ഗൈസ്, ഇതുപോലെ 1-2 തവണ നന്നായിട്ട് മണ്ണെണ്ണ ഒഴിക്കണം. മണ്ണെണ്ണ ഒഴിച്ച് അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്യണം. മണ്ണ് അപ്ലൈ ചെയ്തിട്ട് സെയിം പ്രൊസീജിയർ ഫ്രണ്ടിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഈ ബ്രഷ് വെച്ച് പയ്യെ കറക്കി വിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ഈ പറഞ്ഞ സൈഡും അതുപോലെ തന്നെ ചെയിനിൻ്റെ മുകളിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കുറച്ച് ടൈം എടുക്കും. അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ ക്ലീൻ ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മുടെ വിരൽ ഇടയ്ക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യരുത്. ഒത്തിരി പേർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. സോ പയ്യെ നോർമലി ഇതുപോലെ തന്നെ ഞാൻ ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ ക്ലീൻ ചെയ്തതാണ്.
ശരിക്കും ഫ്രണ്ടിൽ സ്പ്രോക്കറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ ഫ്രണ്ടിൽ സ്പ്രോക്കറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യാൻ മതി. അവിടെ അങ്ങനെ ക്ലീൻ ചെയ്യാൻ ആവശ്യമില്ല, അത്ര നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ട, കാരണം പിന്നെ അവിടെ ഡേർട്ട് വന്ന് അടിയാനുള്ളതാണ്. സോ ഫ്രണ്ടിൽ ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ ക്ലീൻ ചെയ്യുക. ബാക്കിലൊരു 1000 കിലോമീറ്റേഴ്സൊക്കെ ആകുമ്പോൾ യൂഷ്വലി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക. ഈ പറഞ്ഞ പോലെ നോർമലി ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്തിട്ട് ലൂബ് അടിക്കുക, അല്ലെങ്കിൽ ഗിയർ ഓയിൽ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു കോട്ടൺ വേസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലോത്ത് എടുത്ത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയുക. മണ്ണെണ്ണ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്യണം. ഇതുപോലെ 1-2 തവണ റിപ്പീറ്റ് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ മണ്ണെണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രഷ് ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് പിന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക. അതുപോലെ ഞങ്ങളുടെ ഇപ്പോൾ ചെയിൻ്റെ കളർ ബ്ലാക്ക് കളറാണ്. സോ അത്യാവശ്യം അത്രയ്ക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നത്തില്ല കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചെയിൻ ക്ലീൻ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ചെയിൻ ഓൾറെഡി ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവത്തില്ല. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ആ ഒരു ഗ്രീസും പഴയ ഓയിലും അതുപോലെ തന്നെ ചെയിൻ ലൂബ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് ചെയിനിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ആ കെറോസിൻ ഒന്ന് ഡ്രൈ ആവാനായിട്ട്, ചെയിൻ ഒന്ന് ഡ്രൈ ആവാനായിട്ട് ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യാം. ഗൈസ് ഇപ്പോൾ ചെയിൻ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്, മണ്ണെണ്ണ പെട്ടെന്ന് കുറച്ച് വലിഞ്ഞു പോയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഗിയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ഞാൻ യൂഷ്വലി ഗിയർ ഓയിലാണ് അപ്ലൈ ചെയ്യണത്, പക്ഷേ എൻ്റെ ഇപ്പോൾ ഗിയർ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യാണ്. നമ്മുടെ റോഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് ഏറ്റവും നല്ലത് ഗിയർ ഓയിൽ അപ്ലൈ ചെയ്യണതാണ്. ഗിയർ ഓയിൽ അപ്ലൈ ചെയ്യാവുള്ളൂ, എഞ്ചിൻ ഓയിൽ അപ്ലൈ ചെയ്യരുത്. കാരണം എഞ്ചിൻ ഓയിലിനാണെങ്കിൽ കുറച്ചുകൂടി കട്ടി കുറവാണ്. സോ ചെയിനിൽ നിന്ന് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഗിയർ ഓയിലാണെങ്കിൽ കുറച്ചുകൂടി കട്ടി ഉള്ളതുകൊണ്ട് ചെയിനെ പിടിച്ചിരുന്നോളും. ഇപ്പോൾ നമുക്ക് ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യാം. മോട്ടോറിൻ്റെ ഒക്കെ ചെയിൻ ലൂബ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം മോട്ടോറാണെങ്കിൽ ചെയിൻ ലൂബ് ഒത്തിരി ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ആ സ്പ്രേ പോലെ ആയതുകൊണ്ട് ഒരു പദം എന്നതുകൊണ്ട് പെട്ടെന്ന് ചെയിനിലേക്ക് പിടിച്ചോളും. മതി നമുക്ക് ജസ്റ്റ് ഒരു ഒറ്റ കോട്ട് അടിച്ചാൽ മതി, അല്ലാണ്ട് വേറെ എക്സ്ട്രാ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ റോഡ് കണ്ടീഷൻസൊക്കെ വെച്ച് ഗിയർ ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മുടെ മഴക്കാലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയിൻ ലൂബ് അടിച്ച് കഴിഞ്ഞാൽ മഴക്കാലം ആയതുകൊണ്ട് ചെയിനിലേക്ക് പെട്ടെന്ന് പൊടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പൊടി പിടിച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി ചെയിനിൽ പെട്ടെന്ന് റസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ചെയിൻ സോക്കറ്റ് പെട്ടെന്ന് ഡാമേജ് ആയി പോണേ. സോ നമുക്ക് ഗിയർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് നമ്മുടെ റോഡ് കണ്ടീഷൻസ് വെച്ച്. അതേപോലെ തന്നെ ഈ ചെയിൻ വാഷ് ചെയ്തതിന് ശേഷം ഏതൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെയിൻ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതുപോലെ തന്നെ ടയറിൻ്റെ അലൈൻമെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ഈ പറയുന്ന ചെയിൻ സോക്കറ്റിൻ്റെ ഓരോ സൈഡിലായിട്ട് തേയ്മാനം വരും. അങ്ങനെ ചെയിൻ സോക്കറ്റ് അങ്ങനെയും പോകാൻ ചാൻസ് ഉണ്ട്. ഗൈസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗിയർ ഓയിൽ യൂസ് ചെയ്യണം നല്ലത്. കാരണം ഗിയർ ഓയിലാണ് കുറച്ചുകൂടി ചീപ്പ്. ഗിയർ ഓയിൽ മേടിക്കുമ്പോൾ എപ്പോഴും 90 ഗിയർ ഓയിൽ എന്ന് പറഞ്ഞൊരു ഗിയർ ഓയിൽ, അതായത് നമ്മുടെ സ്കൂട്ടറിന് യൂസ് ചെയ്യുന്ന ഗിയർ ഓയിൽ മേടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ചെയിൻ ലൂബ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെയിൻ ലൂബ് ഒരു 4-5 തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് ഗിയർ ഓയിലാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെയിൻ ലൂബ് ആണെക്കാളും കുറച്ചുകൂടി സ്മൂത്ത്, അതായത് നമുക്ക് ഓടിക്കുമ്പോൾ ചെയിനിൽ കുറച്ച് സ്മൂത്തും സൗണ്ട് കുറവും അതുപോലെ വൈബ്രേഷൻ കുറവും ഒക്കെ ഈ ഗിയർ ഓയിലിനാണ്. പിന്നെ നമ്മുടെ ഗിയർ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ക്ലീൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ടയറിൽ വന്ന ഡേർട്ടും കാര്യങ്ങളും അതുപോലെയൊക്കെ കുറവാണ് ഈ ഗിയർ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ ഗൈസ് നമ്മുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ.